എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 9, 10, 11 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 3ലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണ്. ഇവിടെ കംസൻ്റെ പരിഭ്രമം, ശ്രീകൃഷ്ണൻ്റെ കഥകളൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞതിന് ശേഷം മധുരയിൽ ചില ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കംസൻ വല്ലാതെ പരിഭ്രാന്തനായി എന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോഴാണ് അവിടേക്ക് നാരദമുനി വന്നത്. ഇനി നാരദ മഹർഷിയോട് എന്താണ് കംസൻ പറയാൻ പോണത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 9ാമത്തെ ശ്ലോകം ചൊല്ലാം. കൃതസത്കൃതിരാസീനഃ സപൃഷ്ട്വാ തമനാമയം വചനം നാരദഃ കിഞ്ചിദനുഗൃഹ്ണന്നിവാബ്രവീത്. ആദ്യം പദച്ഛേദം നോക്കാം. കൃതസത്കൃതി ആസീനഃ സ പൃഷ്ട്വാ തം അനാമയം വചനം നാരദ കിഞ്ചിത് അനുഗൃഹ്ണൻ ഇവ അബ്രവീത്. ഏറ്റവും ഉചിതമായ രീതിയിൽ തന്നെ ഒരു രാജാവ് ആയിട്ട് പോലും, വലിയൊരു രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നിട്ട് പോലും നാരദ മഹർഷിയോടുള്ള ആദരവ് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് വാതിൽക്കൽ പോയിട്ട് സൽക്കരിച്ച് കൊണ്ടുവരികയാണ് ഉണ്ടായത് കംസൻ. എന്നിട്ട് അവിടെ ഇരുത്തി കുശലം ചോദിക്കുന്ന കാര്യമൊക്കെയാണ് പറയണത്. കൃതസത്കൃതി, സത്കൃതി എന്ന് പറഞ്ഞാൽ സത്കാരം, കൃതസത്കൃതി എന്ന് പറഞ്ഞാൽ കംസൻ ചെയ്തു കൊടുത്തതായ സൽക്കാരം ഒക്കെ കിട്ടിയവനായ, അതാണ് കൃതസത്കൃതി. ആസീന സ എന്ന് പറഞ്ഞാൽ നാരദമുനിയെ പറ്റിയിട്ടാണ് പറയണത്. അങ്ങനെ കംസൻ ചെയ്തു കൊടുത്തതായ അർഘ്യം, പാദ്യം തുടങ്ങിയിട്ടുള്ള എല്ലാ അതിഥി സത്കാരങ്ങളും സ്വീകരിച്ചതിന് ശേഷം കൃതസത്കൃതി ആസീന, അത് കഴിഞ്ഞിട്ട് രാജാവ് കൊടുത്തതായ അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തതായ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സഹ, സ എന്ന് പറഞ്ഞാൽ നാരദ മഹർഷി എന്താ ചെയ്തത്? ആദ്യം തന്നെ ചോദിക്കേണ്ടത് എന്താണ്? കുശലമാണ്. അതാണ് ഇവിടെ പറയണത്. തം അനാമയം പൃഷ്ട്വാ, തം എന്ന് പറഞ്ഞാൽ കംസനോട്, അനാമയം, അനാമയം എന്ന് പറഞ്ഞാൽ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ കുശലം ചോദിക്കുമല്ലോ, എന്താ സുഖം തന്നെയല്ലേ, വയ്യായൊന്നും ഇല്ലല്ലോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ. അതൊക്കെ ചോദിച്ചതിന് ശേഷമാണ് മറ്റ് വിഷയങ്ങളിലേക്ക് സാധാരണമായിട്ട് കടക്കാറുള്ളത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പരസ്പരമുള്ള അത്തരം ചോദ്യങ്ങൾ സാധാരണ വെറുതെ ചോദിക്കുന്നതാണ്. സത്യത്തിൽ ചിലപ്പോൾ അസുഖമൊക്കെ ഉള്ള അല്ലെങ്കിൽ വയ്യായികയൊക്കെ ഉള്ളൊരു അവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെയാണ് ചോദിച്ചു തുടങ്ങുക. അതുപോലെ തന്നെയാണ് കംസനോട് നാരദൻ ചോദിച്ചു തുടങ്ങുന്നത്. ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ കംസന് ചില വയ്യായികകളോ അല്ലെങ്കിൽ മുഖത്തെ ഭാവമാറ്റങ്ങളോ ഒക്കെ ഉണ്ട് എന്നുള്ളത് നാരദന് മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. എന്നാലും അനാമയം, വയ്യായികകളോ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അനാമയം പൃഷ്ട്വ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ടാവും. കംസൻ നാരദനോടും ഇതൊക്കെ ചോദിച്ചത് കഴിഞ്ഞതിന് ശേഷം അനുഗൃഹ്ണൻ ഇവ വചനം അബ്രവീത്. അനുഗൃഹ്ണൻ ഇവ, വാക്കുകൾ കൊണ്ട് അനുഗ്രഹിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കണില്ല എന്നല്ല, പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളൊന്നും ഇപ്പോൾ കംസന് കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും വാക്കുകൾ കൊണ്ട് സാന്ത്വനിപ്പിച്ചുകൊണ്ട് നന്നായി വരട്ടെ എന്നുള്ള ആ അർത്ഥത്തിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം, അങ്ങനെ ആശ്വസിപ്പിച്ചതിന് ശേഷം എന്താണ് ചെയ്തത്? വചനം അബ്രവീത്, ഇപ്രകാരം പറയാൻ തുടങ്ങി. അപ്പോൾ കംസൻ നാരദനെ സ്വീകരിച്ചു കൊണ്ടിരുത്തി രണ്ടുപേരും പരസ്പരം സംസാരിച്ചു തുടങ്ങി. അതിനു മുമ്പ് തന്നെ കൈയും കാലും കഴുകുക, അതുപോലെ മുഖം കഴുകുക, വെള്ളം കുടിക്കുക, അങ്ങനെയുള്ളതൊക്കെ അതാണ് അതിഥി സത്കാരം. എന്തെങ്കിലും ചെറിയതായിട്ടുള്ള ഫലമൂലാദികളൊക്കെ ഭക്ഷിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏറ്റവും നിസ്സാരമായിട്ടുള്ള വളരെ ചെറുതായിട്ടുള്ള ഒരു അതിഥി സത്കാരം, അതൊക്കെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് തമ്മിൽ കുശലം ചോദിച്ചിട്ട് പ്രധാനമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കടക്കണത്. നാരദ മഹർഷി അങ്ങനെയാണ്. പല ദിക്കിലും പലപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു ദിക്കിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായിട്ടൊരു പ്രത്യേക ദേശത്തോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരാളുടെ കൂടെ ഒന്നും ഇരിക്കുന്ന ആളല്ല നാരദ മഹർഷി. ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും വീണയും കൊണ്ട്. അങ്ങനെ പോണതിൻ്റെ കൂട്ടത്തിൽ ഒരു ദിവസം ഇവിടെ ഭോജരാജാവായിട്ടുള്ള കംസൻ്റെ മധുര രാജധാനിയിലേക്ക് വന്നു എന്നേ ഉള്ളൂ. അങ്ങനെയാണ് കേട്ടാൽ തോന്നുക. പക്ഷേ നാരദൻ്റെ വരവിനൊക്കെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ വളരെ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറയാൻ തുടങ്ങി. എന്താണ്? വളരെ കുറച്ചേ പറഞ്ഞുള്ളൂ. അതാണ് കിഞ്ചിത് അബ്രവീത്. വർത്തമാനം പറഞ്ഞ് കേൾക്കാനിരിക്കുന്ന ആളെ വല്ലാതെ അലോസരപ്പെടുത്തുക, വല്ലാതെ ബോറടിപ്പിക്കുക എന്നുള്ളതൊന്നും പാടില്ല. അതാണ് അല്പമേവ അബ്രവീത്. വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ്. നൈഷധത്തിൽ പറയുന്നുണ്ട്, മിതം ച സാരം ച വചോ ഹി വാഗ്മിത. വളരെ കുറച്ച് വാക്കുകളെ കൊണ്ട് വളരെ സാരവത്തായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. അതാണ് വാഗ്മിത. വാഗ്മിത എന്ന് വെച്ചാൽ വാക്കുകൾക്ക് അധീശനായിട്ടിരിക്കുക. തൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളെ മുഴുവനും വാക്കുകൾ കൊണ്ട് അറിയിക്കാൻ, വാക്കുകൊണ്ട് പറയാൻ സാധിക്കുക. ചില ആൾക്കാർക്ക് അത് പറ്റില്ല. പക്ഷേ വാഗ്മിത എന്ന് പറയുന്നത് വളരെ കുറച്ച് വാക്കുകളെ കൊണ്ട് ഉള്ളിലിരിക്കുന്ന ആശയങ്ങൾ വ്യക്തമായിട്ട് പറയാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് നാരദൻ ചെയ്തത്. എന്നിട്ട് എന്താണ് ചോദിക്കണത് എന്നാണെങ്കിൽ കംസനോട് പറയാണ്, 10ാമത്തെ ശ്ലോകമാണ്. മുഖം തവ മഹീപാല പരിമ്ലാനമിവേക്ഷ്യത്തെ അപ്രസന്നമിതം ബ്രൂതേ വൈമനസ്യം മഹത്തരം. പദച്ഛേദം നോക്കാം. വളരെ ലഘുവായിട്ടുള്ള ലളിതമായിട്ടുള്ളൊരു ശ്ലോകമാണ്. മുഖം തവ മഹീപാല പരിമ്ലാനം ഇവ ഈക്ഷ്യത്തെ അപ്രസന്നം ഇദം ബ്രൂതേ വൈമനസ്യം മഹത്തരം. രാജാവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, മഹീപാല, ഹേ മഹാരാജാവേ, കംസമഹാരാജാവേ, തവ മുഖം പരിമ്ലാനമിവ ഈക്ഷ്യത്തെ. ആദ്യം കുശലം ചോദിച്ചു, അനാമയമൊക്കെ ചോദിച്ചു എങ്കിലും നാരദൻ ചിലതൊക്കെ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. മഹാരാജാവേ, അങ്ങയുടെ മുഖത്ത് എന്തോ ഒരു ക്ഷീണം കാണുന്നുണ്ടല്ലോ. അതാണ് തവ മുഖം, അങ്ങയുടെ മുഖം, പരിമ്ലാനമിവ, എന്തോ ഒരു ക്ഷീണം പറ്റിയതുപോലെ, ഒരു സന്തോഷമില്ലായ്മ. അതാണ് ആ വാക്ക് ശരിക്കും. ഹർഷക്ഷയം, ഒട്ടും സന്തോഷം കാണുന്നില്ലല്ലോ മുഖത്ത്. പരിമ്ലാനം ഇവ, ക്ഷീണിച്ചതുപോലെ തോന്നുന്നു. ക്ഷീണിച്ചതുപോലെ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ക്ഷീണിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ മുഖത്തെന്തോ ഒരു വാട്ടം കാണാനുണ്ട്. അതാണ് പരിമ്ലാനം ഇവ ഈക്ഷ്യതേ. അങ്ങനെ കാണുന്നുണ്ടല്ലോ, എന്താ അതിന് കാരണം എന്നാണ് ചോദിക്കാൻ പോണത്. എന്നിട്ട് പറയാണ് ഇതം. ഇതം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഈ വളരെ വ്യക്തമായ ഭാവങ്ങളോടുകൂടിയ മുഖഭാവങ്ങളൊക്കെ നല്ലോണം വ്യക്തമാവുന്നതായ അങ്ങയുടെ മുഖം. അതാണ് ഇതം, അങ്ങയുടെ മുഖം. മഹത്തരം അപ്രസന്നം വൈമനസ്യം ബ്രൂതേ. വളരെ ദുർഘടമായിട്ടുള്ളൊരവസ്ഥ എന്തോ വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് മുഖം പറയുന്നതല്ലോ എന്ന് കംസനോട് വളരെ ശക്തമായിട്ടുള്ള കുറച്ച് വാക്കുകൾ കൊണ്ട് നാരദൻ ചോദിക്കുകയാണ്. എന്താണ്? മഹത്തരം അപ്രസന്നം വൈമനസ്യം. വൈമനസ്യം എന്ന് പറഞ്ഞാൽ തന്നെ വിമനസ ഭാവ വൈമനസ്യം, മനസ്സില്ലായ്മ, ഒന്നിനോടൊരു താല്പര്യമില്ലായ്മ, മനസ്സാന്നിധ്യമില്ലായ്മ, അതാണ് വൈമനസ്യം. അതൊരു തരം ദുഃഖമാണ്. അത് തുടർന്ന് അതിങ്ങനെ വൈമനസ്യം വന്നാൽ പേടിയിലേക്കും ഒക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് വൈമനസ്യം. മാത്രമല്ല അതിൻ്റെ സ്വഭാവം മറ്റൊന്നാണ്, അപ്രസന്നമാണ്. അതുകൊണ്ട് തന്നെ പ്രസന്നമല്ല. മുഖമൊക്കെ ചുളിച്ച് പിടിക്കുക, പുരികം കൂട്ടി പിടിക്കുക, കണ്ണുകളിങ്ങനെ ഇറുക്കി പിടിക്കുക, അതൊക്കെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ട്. ഭാവി അത്ര ശോഭനമല്ല എന്നുള്ള ഒരു തോന്നൽ മുഖം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. എന്തോ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അത് മുഖത്ത് നല്ലവണ്ണം നിഴലിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് നാരദൻ കണ്ടുപിടിച്ചത്. അതാണ് മഹത്തരം അപ്രസന്നം, വളരെ വലുതുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ മുഖം പ്രസന്നമല്ല, പ്രസാദാത്മകതയില്ല. മറ്റത് എന്നെയൊക്കെ, അതായത് നാരദ മഹർഷിയൊക്കെ സ്വീകരിക്കാൻ വരുമ്പോൾ ഉണ്ടാവുന്നതായ ഒരു സന്തോഷവും ഒരു ആനന്ദവും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇതുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തോ വലിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റത് ഈ ആസുര സ്വഭാവമുള്ളവരൊക്കെ അവരുടെ സന്തോഷമൊക്കെ അലറിക്കൊണ്ടും ഉറക്കെ ചിരിച്ചുകൊണ്ടും കൈകൊട്ടിക്കൊണ്ടും ഒക്കെയാണ് പ്രദർശിപ്പിക്കുന്നത്. ആ ഒരു രീതി ഇപ്പോൾ കാണാനില്ലല്ലോ, മുഖത്തെന്താ ഒരു വാട്ടം വന്നത് എന്നാണ് ചോദിക്കണത്. അപ്പോൾ എന്തോ കാര്യമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ആ രാജ്യത്ത് വന്ന് കളിയാടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നാരദൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കംസൻ്റെ മുഖം കണ്ടപ്പോൾ അതൊന്നുകൂടി തീർച്ചപ്പെട്ടു. അങ്ങനെ ചോദിക്കുകയാണ് ചെയ്യണത്. നമുക്ക് അടുത്തൊരു ശ്ലോകം കൂടി നോക്കാം. 11ാമത്തെ ശ്ലോകം നോക്കൂ. ബാഹുദണ്ഡബലാക്രാന്ത ഭുവനത്രിതയസ്യ തേ
വൈമനസ്യ നിമിത്തം തു ന കിഞ്ചിതുപലക്ഷയേ. ആദ്യം പദച്ഛേദം പറയാം. ബാഹുദണ്ഡബലാക്രാന്ത ഭുവനത്രിതയസ്യ തേ. അതുവരെ ഒറ്റ വാക്കാണ്, 2 വരി കൂടിയിട്ടാണ് ഒരു വാക്ക് നിൽക്കുന്നത്. അതിൽ തേ എന്നുള്ളൊരു അക്ഷരം അല്ലെങ്കിൽ ഒരു വാക്ക് മാത്രമേ ബാക്കി നിൽക്കണുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചേർന്നുകൊണ്ട് ഒരൊറ്റ വാക്ക് 2 വരിയിലേക്കുമായിട്ട് വ്യാപിച്ച് നിൽക്കുകയാണ്. അടുത്ത വാക്കാണ് വൈമനസ്യ നിമിത്തം തു ന കിഞ്ചിത് ഉപലക്ഷയേ. നേരിട്ട് ഈ കംസനെ അങ്ങോട്ട് പൊക്കി കംസൻ്റെ കഴിവുകളെയൊക്കെ നല്ലവണ്ണം പുകഴ്ത്തിക്കൊണ്ട് നാരദൻ പറയാണ്, ബാഹുദണ്ഡബലാക്രാന്ത ഭുവനത്രിതയസ്യ തേ. തേ എന്ന് പറഞ്ഞാൽ അങ്ങയ്ക്ക് അല്ലെങ്കിൽ അങ്ങയുടെ. അങ്ങയ്ക്ക് എന്താണ് ഇങ്ങനെ ഒരു വൈമനസ്യം വരാൻ എന്നാണ് പറയണത്? അങ്ങ് ആരാണ്? ബാഹുദണ്ഡബലാക്രാന്ത ഭുവനത്രിതയം. ഭുവനാനാം ത്രിതയം, ഭുവനത്രിതയം, അതായത് 3 ലോകങ്ങൾ. ആ 3 ലോകങ്ങൾ, അതായത് ഭൂമി, സ്വർഗം, പാതാളം എന്നീ 3 ലോകങ്ങൾ. ആ 3 ലോകങ്ങളെയും അങ്ങ് കൈയടക്കി വച്ചിരിക്കുകയായിരുന്നല്ലോ. കൈയടക്കി വച്ചിരിക്കുക തന്നെയാണ് ഇപ്പോഴും. അതാണ് ബാഹുദണ്ഡബലാക്രാന്തം. ബാഹുദണ്ഡം എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ളൊരു വടി പോലെ, ഒരു ദണ്ട് പോലെ ശക്തമായിട്ടുള്ള കയ്യ്. ആ കയ്യിൻ്റെ ബലം കൊണ്ട് ആക്രമിച്ച് കീഴടക്കി വച്ചിരിക്കുന്നതായ 3 ലോകങ്ങളോടുകൂടിയ അങ്ങ്. അതാണ് ബാഹുദണ്ഡബലാക്രാന്ത ഭുവനത്രിതയം. കയ്യിൻ്റെ ബലം എന്നുള്ളത് കൊണ്ട് കയ്യൂക്ക് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഏതൊരുവനോടും, അത് വലിയ രാക്ഷസന്മാരായിക്കോട്ടെ, വലിയ ദേവന്മാരായിക്കോട്ടെ, മനുഷ്യരായിട്ടുള്ള രാജാക്കന്മാരായിക്കോട്ടെ, ആരെ ആയാലും നേരിട്ട് ചെന്ന് തോൽപ്പിച്ച് അവരെയൊക്കെ തൻ്റെ പരിധിയിൽ നിർത്താനുള്ളതായിട്ടുള്ള അത്രയ്ക്ക് കഴിവുണ്ട് അങ്ങയ്ക്ക്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് വൈമനസ്യ നിമിത്തം കിഞ്ചിത് വൈമനസ്യ നിമിത്തം, കിഞ്ചിത് എന്തെങ്കിലും ചെറിയൊരു വൈമനസ്യമുണ്ടാക്കുന്നതായ ഒന്നിനെയും ന ഉപലക്ഷയെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. അതായത് അങ്ങയുടെ അധീനത്തിലാണ് ഈ 3 ലോകങ്ങളും. അതുകൊണ്ട് ഈ 3 ലോകങ്ങളിലും ആരും എന്തും എപ്പോഴും അങ്ങയുടെ ആജ്ഞയ്ക്ക് കീഴിലാണ് നിൽക്കുന്നത്. ആജ്ഞ ശിരസാ വഹിക്കാൻ തയ്യാറായിട്ടാണ് ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കേൾക്കാത്തവരെ പാഠം പഠിപ്പിക്കാൻ നല്ലവണ്ണം അറിയാം കംസന്. പിന്നെ എന്താണ് ഇവിടെ ഒരു ദുരവസ്ഥ? എന്താണ് കംസൻ ഇങ്ങനെ വൈമനസ്യമുണ്ടായത് എന്നുള്ളത് മനസ്സിലാവണില്ല. ഈ 3 ലോകത്ത് നിന്നാണല്ലോ ആക്രമണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യത. അവരെല്ലാവരും അങ്ങയുടെ കീഴിലാണ്. പിന്നെ എന്താണ് ഒരു വിഷമം? എന്താണ് ഇങ്ങനെ മുഖത്തൊരു വൈമനസ്യം കാണുന്നത് എന്നാണ് ഇവിടെ കംസനോട് നാരദൻ വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് ചോദിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. കൃതസത്കൃതിരാസീനഃ സപൃഷ്ട്വാ തമനാമയം വചനം നാരദഃ കിഞ്ചിദനുഗൃഹ്ണന്നിവാബ്രവീത് മുഖം തവ മഹീപാല പരിമ്ലാനമിവേക്ഷ്യത്തെ അപ്രസന്നമിദം ബ്രൂതേ വൈമനസ്യം മഹത്തരം ബാഹുദണ്ഡബലാക്രാന്ത ഭുവനത്രിതയസ്യ തേ വൈമനസ്യ നിമിത്തം തു ന കിഞ്ചിതുപലക്ഷയേ. അങ്ങനെ ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ട് വൈകാതെ തന്നെ കംസൻ മറുപടി പറയുകയാണ് ചെയ്യണത്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.